ഫ്ലേവേഴ്സ് കമ്പാൽഡിൻ്റെ ഇന്നത്തെ വീഡിയോയിൽ സിമ്പിളും വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതുമായ ഒരു സ്വീറ്റ് റെസിപ്പിയാണ് ആപ്പിൾ ഷീര അല്ലെങ്കിൽ ആപ്പിൾ കേസരി. ആപ്പിൾ ഹൽവ എന്നും പറയാറുണ്ട്. ആപ്പിൾ, റവ, നെയ്യ് ഒക്കെയാണ് ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻസ്. സ്പൈസി ആയിട്ടുള്ളൊരു മീലിന് ശേഷം സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണിത്. നമുക്ക് റെസിപ്പി നോക്കാം. ആദ്യം ഒരു ചെറിയ പാത്രത്തിൽ 2 ടേബിൾ സ്പൂൺ ചെറു ചൂട് പാലെടുക്കുക. അതിലേക്ക് ഒരു നുള്ള് കുങ്കുമപ്പൂ ഇട്ട് കൊടുക്കാം. ഇത് ഒരു 10 മിനിറ്റ് കുതിർക്കണം. ഇത് നന്നായി കുതിർന്നു വരുമ്പോൾ പാലിൻ്റെ നിറം അല്പം ഒന്ന് മാറിയിട്ടുണ്ടാകും. തൽക്കാലത്തേക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിൽ 1/4 കപ്പ് നെയ്യ് ചൂടാക്കാം. നെയ്യ് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 10-15 കാഷ്നട്ട് ഇട്ട് കൊടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ ഗോൾഡൻ ബ്രൗൺ നിറമാകുന്ന വരെ വറുത്ത് കോരാം. ഇനി ഇതിലേക്ക് 10-15 കിസ്മിസ് ഇട്ട് കൊടുക്കാം. ഇതും ലോ ഫ്ലെയിമിലാണ് വറുക്കേണ്ടത്. ഇതൊന്ന് വീർത്ത് വന്ന് ചെറുതായി കളർ മാറുന്ന വരെ വറുക്കാം. എന്നിട്ടിത് കോരി മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ആപ്പിൾ അരിഞ്ഞത് ചേർക്കാം. ഒരു വലിയ ആപ്പിൾ എടുത്താൽ മതിയാകും. ആപ്പിളിൻ്റെ തൊലി കളയാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ആപ്പിൾ നന്നായി വേവിക്കണം, എന്നാൽ ഇത് വെന്ത് ഉടഞ്ഞ് പോകാനും പാടില്ല. അടുത്തത് ഇതിലേക്ക് 1/2 കപ്പ് റവ ചേർക്കാം. വറുത്തതോ വറുക്കാത്തതോ ആയ റവ ചേർക്കാവുന്നതാണ്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ 2-3 മിനിറ്റ് ഫ്രൈ ചെയ്യാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. കേസരി ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ മറ്റൊരു അടുപ്പിൽ വെള്ളം ചൂടാക്കാൻ വെച്ചാൽ മതിയാകും. ഫ്ലെയിം ലോ ആക്കിയതിന് ശേഷമാണ് വെള്ളം ചേർക്കേണ്ടത്, അല്ലെങ്കിൽ വെള്ളം പുറത്തേക്ക് വല്ലാതെ തെറിക്കാൻ സാധ്യതയുണ്ട്. ഇത് നല്ലപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനും സാധ്യതയുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിറത്തിന് വേണ്ടി ഇതിലൽപ്പം യെല്ലോ അല്ലെങ്കിൽ ഓറഞ്ച് ഫുഡ് കളർ ചേർക്കാം, അല്ലെങ്കിൽ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ചെയ്യുക. റവ ഒന്ന് വെന്ത് കുറുകി വരുമ്പോൾ അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. നിങ്ങളുടെ രുചി അനുസരിച്ച് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അതിൻ്റെ കൂടെ 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. 2-3 ഏലക്കയുടെ അരി എടുത്ത് പൊടിച്ചാൽ ഏകദേശം 1/4 ടീസ്പൂൺ ഉണ്ടാകും. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്യണം. നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളത്തിന് പകരം പാല് ചേർത്തും ഈ റവ വേവിച്ചെടുക്കാം. അടുത്തത് ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും കിസ്മിസും ചേർക്കാം. അവസാനമായി കുതിർത്ത് വെച്ചിരിക്കുന്ന കുങ്കുമപ്പൂവും കുതിർക്കാൻ ഉപയോഗിച്ച പാലും ചേർത്ത് കൊടുക്കാം. ഒരു മൈൽഡ് ഫ്ലേവറിന് വേണ്ടിയാണ് ഇത് ചേർക്കുന്നത്. ഇനി കുങ്കുമപ്പൂ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുക. ആപ്പിൾ ഷീര അല്ലെങ്കിൽ ആപ്പിൾ കേസരി അല്ലെങ്കിൽ ആപ്പിൾ ഹൽവ എന്നും പറയും, റെഡി ആയി കഴിഞ്ഞു. ഇത് ചൂടോടെ അല്ലെങ്കിൽ തണുത്തതിന് ശേഷമോ അതും അല്ലെങ്കിൽ തണുപ്പിച്ചോ സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയുക. ഇതിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫ്ലേവേഴ്സ് കമ്പാൽഡിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ടാഗ് ചെയ്താലും മതി. നിങ്ങളുടെ ഫീഡ്ബാക്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണുവാനായി ഫ്ലേവേഴ്സ് കമ്പാൽഡ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുവാണെങ്കിൽ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും ചെയ്യും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.